ആഡംബര വീടുകളിൽ താമസം, പകൽ ആഡംബര വാഹനങ്ങളിൽ യാത്ര. തിരുവനന്തപുരം സ്വദേശികളായ ബിനുവും അനീഷും മോഷ്ടിക്കാൻ ഇറങ്ങുന്നത് തന്നെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ്. ഇവരുടെ മോഷണ രീതിയും വ്യത്യസ്തമാണ്. ദേശീയപാതകളിൽ രാത്രിയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് കൊള്ളയടിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടാരക്കരയിൽ ചരക്കു വാഹനത്തിൽ നിന്ന് പണം മോഷണം പോയ കേസിലാണ് സംഘം വീണ്ടും പോലീസിന്റെ പിടിയിലായത്. നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ് പിടിയിലായവരെന്ന് പോലീസ് പറയുന്നു. മത്സ്യവ്യാപാരികളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മിനി ലോറിയിൽ സഞ്ചരിച്ചായിരുന്നു ബിനുവും അനീഷും മോഷണം നടത്തിയിരുന്നത്. ചരക്കുകളുമായി എത്തുന്ന ദീർഘദൂര വാഹനങ്ങൾ രാത്രിയിൽ നിർത്തിയിടുന്ന സമയം പണം മോഷണം പോകുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്നടക്കം 3 ഇടത്തു നിന്നായി 4 ലക്ഷത്തോളം രൂപ മോഷണം പോയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെയും അയൽ ജില്ലകളിലെയും 500ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. മിനി ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ പിടിയിലായ ബിനു സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ചതിന് നേരത്തെയും പിടിയിലായിട്ടുണ്ട്. ഇയാൾക്കെതിരെ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി 4 കേസുകളുള്ളതായും പോലീസ് പറഞ്ഞു. മോഷ്ടിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര വീട്ടിലാണ് ബിനു താമസിച്ചിരുന്നത്. പകൽ ആഡംബര വാഹനങ്ങളിലാണ് യാത്ര ചെയ്തിരുന്നത്. ചാലക്കുടിയിലും തിരുവനന്തപുരത്തും സമാന രീതിയിൽ പണം കവർന്നിട്ടുണ്ട്. ഇരുവർക്കും കൂടുതൽ മോഷണങ്ങളിൽ പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.